ഇത് 32 GB കപ്പാസിറ്റി ഉള്ള ഒരു സ്പൈ ക്യാമറയുള്ള വാച്ചാണ് കേട്ടോ. സാധാരണ വാച്ച് പോലെ കെട്ടി കിടക്കാം, പക്ഷേ ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ആരെങ്കിലും വീഡിയോ എടുക്കാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ എന്തെങ്കിലും ഡീൽസൊക്കെ സംസാരിക്കുന്ന സമയത്തോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്കതൊരു എവിഡൻസ് ഒക്കെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സാധനം കെട്ടിക്കൊണ്ടുപോയാൽ മാത്രം മതി. ഇത് മാത്രമല്ല, ഈ കാണുന്നതെല്ലാം ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള സ്പൈ ക്യാമറാസിൻ്റെ തന്നെ നമുക്കൊരു വമ്പൻ കളക്ഷനാണ് ഇത് ഇവിടെ ഉള്ളത് കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു ക്യാമറയുടെ കാര്യം പറയാൻ വന്നതല്ല, നമ്മുടെ ഈ ഒരു ഷോപ്പ് വിൽപ്പനയ്ക്കുള്ളതാണ്. അതായത് ഇതാ ഈ കാണുന്ന ഫുൾ സ്റ്റോക്ക് ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ അടക്കം നിങ്ങൾക്ക് നല്ലൊരു റേറ്റിന് സ്വന്തമാക്കി എടുക്കാൻ സാധിക്കും. ഇന്ന് ഡേ 1 നിന്ന് തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജംഗ്ഷനാണ് കേട്ടോ. പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് തിരുവനന്തപുരത്ത് പോത്തങ്കോട് ജംഗ്ഷനിലാണ്. അതായത് പോത്തങ്കോട് ജംഗ്ഷൻ നമ്മുടെ KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് വെമ്പായം റൂട്ടിലേക്ക് ഒരു 50-60 മീറ്റർ വരുമ്പോൾ വലത്തോട്ട് അയിരൂപ്പാറ അല്ലെങ്കിൽ പൗടിക്കോണം ശ്രീകാര്യമൊക്കെ പോകുന്ന റോഡാണ്. ആ ജംഗ്ഷനിൽ തന്നെയാണ്. ഈ ജംഗ്ഷൻ്റെ പേര് മേലമുക്ക് ജംഗ്ഷൻ എന്നാണ്. ഈ ജംഗ്ഷനിൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് അൽഹാനി എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ സ്റ്റോപ്പ് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഇപ്പം നമുക്ക് മെയിനായിട്ട് മൊബൈൽ ഫോണിൻ്റെ സെയിൽസ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, മൊബൈൽ ഫോണിൻ്റെ ആക്സസറീസ്, ഞാൻ മുന്നേ കാണിച്ച പോലത്തെ സ്പൈ ക്യാമറ, ഇങ്ങനെ ഒത്തിരിയധികം സാധനങ്ങളാണ് ഇതിനകത്ത് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നോക്കി നടത്താൻ ആളില്ലാത്തൊരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇത് സെയിലിന് വന്നിട്ടുള്ളത്. ഇതിനിപ്പം മന്ത്ലി വാടക വരുന്നത് 15,000 രൂപയാണ്. നമുക്കിതിനകത്തുള്ള സ്റ്റോക്കിനും ഇതിന് കാണുന്ന ഇൻറ്റീരിയറോടൊക്കെ നിങ്ങൾക്ക് ഒരു റേറ്റ് പറഞ്ഞെടുക്കാവുന്നതാണ്. അതായത് നിങ്ങളൊരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വന്ന് കണ്ട് ഇതിനകത്ത് വിസിറ്റ് ചെയ്ത് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് സെയിലാക്കാനുള്ളൊരു ഐഡിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇനിയും കൂടുതൽ പ്രോഡക്റ്റ്സ് നമുക്ക് കൊണ്ടുവരാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടുത്ത് കണ്ടിന്യൂ ചെയ്ത് നടത്താവുന്നതാണ്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ജംഗ്ഷൻ ബേസ് ചെയ്ത് നമുക്ക് ഈ പോത്തങ്കോടുള്ള മെയിനായിട്ട് വന്ന് താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒത്തിരിയധികം പേരുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള മൊബൈൽ ഫോണിൻ്റെ ആക്സസറീസും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവർക്ക് സെയിലാക്കാൻ സാധിക്കും. ആ രീതിയിൽ നമ്മുടെ ബിസിനസ് വളർത്തിയെടുക്കാം. എന്താ ഇവിടെ കാണുന്ന നോക്കി, ഇങ്ങനെ ഒത്തിരിയധികം ഇലക്ട്രോണിക്സ് ഐറ്റംസ് നമുക്കിവിടെ ഉണ്ട്. ഇതിൽ ടോർച്ചുണ്ട്, അതുപോലെ മറ്റേ ഹെയർ സ്ട്രൈറ്റ്നർ, മൈക്രോഫോൺ, വണ്ടിയിൽ വെക്കുന്ന സ്പീക്കേഴ്സ്, ഇതാ ഈ കാണുന്നതെല്ലാം മൊബൈൽ ഫോണിൻ്റെ കേസുകളാണ്. നമുക്ക് ചെറിയ കുറേ ഐറ്റം വാച്ചുകളുണ്ട്. ഇങ്ങനെ ഒത്തിരിയധികം സ്റ്റോക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ സർവീസ് ചെയ്യാനുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ സർവീസും നമുക്കിതിൻ്റെ ഒപ്പം തന്നെ കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. ഞാൻ ഇതിലൊരു വില പറയാത്തതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റോക്ക് എടുത്ത് സ്റ്റോക്കിൻ്റെ ഒരു കണക്കും നോർമലി ഇതിനൊരു വില ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു വില കാര്യം നിങ്ങൾ അതുമായിട്ട് സംസാരിച്ച് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് എടുക്കാം. ഇതുപോലെ നമ്മളിപ്പോൾ ഒരു ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്യണം, ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഈ ഡിസ്പ്ലേ കൗണ്ടേഴ്സ് ഇതെല്ലാം ചെയ്തെടുക്കുമ്പോൾ നോർമലി നല്ലൊരു കോസ്റ്റ് ആവും. പക്ഷേ അതിനെക്കാട്ടും വില കുറച്ച് നമുക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കി എടുക്കാൻ സാധിക്കും.